നമസ്കാരം. ഡോക്ടറെ, എൻ്റെ അമ്മയ്ക്ക് ഹൃദയത്തിന് ഇടിപ്പിൻ്റെ രോഗമാണ്. സ്ഥിരമായി കേൾക്കുന്നൊരു കഥയാണ് പല കാർഡിയോളജിസ്റ്റും ഫിസിഷ്യന്മാരും. എന്താണ് ഇടിപ്പിൻ്റെ രോഗം? നമുക്കറിയാം, നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ 60 മുതൽ 100 വരെ മിടിക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമമായും ചിട്ടയായും നടക്കുന്നത്. അപ്പോൾ ഈ ഇടിപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൃദയത്തിന് തന്നെ നമുക്കൊരു പേസ് മേക്കറുണ്ട്. അതായത് ഹൃദയം ഒരു മസിൽ കൊണ്ടുള്ള പമ്പാണെങ്കിൽ നമ്മുടെ കൈയും കാലും തുടയും എല്ലാം മസിൽ കൊണ്ടുള്ള അവയവങ്ങളാണെങ്കിൽ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? മറ്റ് മസിലുകൾ, കൈയുടെ ആണെങ്കിലും കാലിൻ്റെ ആണെങ്കിലും നമ്മളുടെ വിചാരം കൊണ്ട് മാത്രമാണ് നമുക്ക് അവയവം അനക്കാൻ സാധിക്കുന്നത്. അതായത് വോളണ്ടറി കൺട്രാക്ഷൻസ് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ അനക്കാം. അതായത് വോളണ്ടറി മസിൽസ് നമ്മളുടെ നിർദ്ദേശം കൊണ്ട്, തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ട് ചെയ്യുന്ന മസിൽസ്. പക്ഷേ ഹൃദയത്തിൻ്റെ മസിലിനുള്ള ഒരേ ഒരു പ്രത്യേകത, അത് മറ്റ് മസിലിൽ നിന്ന് മാറ്റി വെക്കുന്നത് അതിൻ്റെ ഓട്ടോമാറ്റിസിറ്റി, അതായത് സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവാണ്. എങ്ങനെയാണ് സ്വയം പ്രവർത്തിക്കുന്നത്? ഹൃദയത്തിനെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഹൃദയം ഒരു പമ്പാണെങ്കിലും ഈ പമ്പിന് ഒരു ബാറ്ററി അത് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ വലത്തെ അറയുടെ മുകളിലുള്ള SA നോഡ്, അതായത് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ തന്നെ പേസ് മേക്കർ. ആ പേസ് മേക്കർ, പേസ് എന്ന് പറഞ്ഞാൽ ഇടിപ്പുണ്ടാക്കാനുള്ള ആ ഒരു ത്വര, ആ പേസ് മേക്കർ ഹൃദയത്തിൻ്റെ ചിട്ടയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം 60 മുതൽ 100 വരെ ഒരു മിനിറ്റിൽ ഇടിക്കുന്നത്. എന്നാൽ എപ്പോൾ ഈ ഇടിപ്പ് കുറയുന്നുവോ അല്ലെങ്കിൽ അകാരണമായി കൂടുന്നുവോ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറയുന്ന കണ്ടീഷൻ ആദ്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണമായി കാണുന്ന ഇടിപ്പ് കുറയുന്ന അവസ്ഥയുള്ളത് കായികമായി നല്ല അധ്വാനമുള്ളവർക്കാണ്. അതായത് നല്ല മരം വെട്ടുന്നവർക്കും ഓടുന്ന അത്ലറ്റുകൾക്കും കുറേ നേരം പന്ത് കളിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് ഫിസിയോളജിക്കൽ ബ്രാഡിക്കാർഡിയ, അതായത് ആരോഗ്യകരമായ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറയുന്ന അവസ്ഥ. ബോറിസ് ബെക്കർ എന്ന ടെന്നീസ് കളിക്കാരൻ്റെ ഹാർട്ട് റേറ്റ് 44 നമുക്കറിയാം. മണിക്കൂറുകൾ മരം വെട്ടിയുണ്ടാക്കിയ കായികക്ഷമതയുടെ ഫലമായി ഉണ്ടാക്കിയ ഒരു പ്രക്രിയയാണ് ഈ ചെറിയ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ അളവ്. അത് അദ്ദേഹത്തിനെ വളരെ നേരം പന്ത് കളിക്കുവാൻ, ടെന്നീസ് കളിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. കാരണം നമുക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നത് കുറേ അധ്വാനിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി ഒരു പരിധിയാകുമ്പോൾ നമുക്ക് അണപ്പുണ്ടാകുന്നത് വരെയും ഈ 44കാരന് 160 വരെ പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇപ്പോഴേ 100 ആണെങ്കിൽ 140 ആകുമ്പോൾ 40 ഇടിപ്പ് കൂടുമ്പോൾ തന്നെ ഇടിപ്പുണ്ടാകുന്ന അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടിയാണ് നല്ല ട്രെയിനിങ് എടുക്കുന്നതും അങ്ങനെ ചെറിയ അളവിൽ ഹൃദയം ഇടിച്ച് ആവശ്യത്തിനുള്ള പ്രവർത്തനം നടത്തുന്നതും. എന്നാൽ രോഗകാരണം കൊണ്ട് ഹൃദയമിടിപ്പ് കുറയുന്ന കണ്ടീഷൻ എന്തൊക്കെയാകാം? ഒന്ന്, ഈ പേസ് മേക്കറിന് വരുന്ന രോഗങ്ങൾ തന്നെ. അതല്ലാതെയുള്ള ചില എൻഡോക്രൈൻ പ്രോബ്ലംസ്, അതായത് തൈറോയിഡ്, ശരീരത്തിലെ പെട്രോൾ എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുകയാണെങ്കിൽ, തൈറോയിഡ് ഫംഗ്ഷൻ കുറയുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറഞ്ഞു വരാം. അതുപോലെ തന്നെ ചില മരുന്നുകൾ, ബീറ്റ ബ്ലോക്കേഴ്സ്, ചില കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡിജോക്സിൻ, ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് കഴിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് വളരെയധികം കുറയുന്നത് കാണാം. അതൊക്കെ ചിലർക്ക് അപകടകരമാം വിധം കുറഞ്ഞിട്ട് തലച്ചോറിലുള്ള രക്തയോട്ടം പോലും കിട്ടാതെ മയക്കം വരുന്ന അവസ്ഥ വരെയും വന്ന് കാണാം. ഇത് രണ്ടുമല്ലാതെ വരുന്ന കണ്ടീഷനാണ് നമ്മളുടെ കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ അവയുടെ പ്രവർത്തനം തന്നെ ക്ഷതം വരുമ്പം ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ കുറവ്. അത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം പൾസ് നോക്കുമ്പോൾ നമുക്കറിയാം 50, 40, 30 അങ്ങനെ ഉണ്ടാകും. പക്ഷേ തെളിയിക്കണമെങ്കിൽ ഒരു ECG എടുത്ത് നോക്കുക. ECGക്കകത്ത് നമുക്ക് പലതരം ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും രക്തക്കുഴലിലെ ബ്ലോക്ക് വന്ന് ഹൃദ്രോഗം വരുമെന്ന് ധരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതല്ല. ഹാർട്ട് ബ്ലോക്ക് എന്ന് നമ്മൾ ECG കാണുമ്പോൾ പറയുന്നത് ഹൃദയത്തിൻ്റെ ഇടിപ്പ് എങ്ങനെ വ്യത്യാസം വരുന്നു. 1st ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, 2nd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, അങ്ങനെ പല രീതി ബ്ലോക്ക് വരുന്നത് ഹൃദയത്തിൻ്റെ ഇടിപ്പ് പേസ് മേക്കറിനും ഹൃദയത്തിൻ്റെ പമ്പിങ്ങും തമ്മിലുള്ള ബന്ധത്തിലെ ഉള്ള വിള്ളലുകൾ, അകൽച്ചകളാണ് കാണിക്കുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ഹൃദയം ആവശ്യത്തിന് പമ്പ് ചെയ്യാതെ രക്തത്തെ പുറത്തേക്ക് തള്ളുവാൻ കഴിയാതെ വരുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന അവസരത്തിലാണ് രോഗികൾക്ക് പേസ് മേക്കർ, അതായത് കൃത്രിമമായിട്ടൊരു പേസ് മേക്കർ വെക്കേണ്ട ആവശ്യം വരുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ECG കൊണ്ട് മാത്രം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറയും 24 അല്ലെങ്കിൽ 72 മണിക്കൂറത്തേക്ക് ഹൃദയത്തിൻ്റെ മിടിപ്പ് അളക്കുന്ന ഹോൾട്ടർ പരിശോധന ചെയ്യണം എന്ന് പറയും. അത് കാണുമ്പോൾ നമുക്കറിയാം 2.5 സെക്കൻഡിൽ കൂടുതൽ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥകൾ കാണുകയോ ഹൈ ഡിഗ്രി AV ബ്ലോക്കുകൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് പേസ് മേക്കർ വെക്കേണ്ട അവസ്ഥ വരും.
ഇതാണ് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെപ്പറ്റി ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്ന അവസ്ഥകൾ, അതും മേൽ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ, അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ പത്തോളജിക്കൽ അബ്നോർമൽ കണ്ടീഷൻസ് കൊണ്ട്, അതായത് രോഗാവസ്ഥകൾ കൊണ്ടാകുന്ന ഇടിപ്പ് കൂടുതൽ. എപ്പോഴാണ് സാധാരണയായി നമുക്ക് ഹൃദയമിടിപ്പ് കൂടുന്നത്? ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ, ഉദ്വേഗം ഉണ്ടാകുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ കുറേ അധ്വാനം കൂടുതൽ ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്നത് നല്ലത് തന്നെയാണ്. അത് നമുക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ പനി വരുമ്പോൾ, രക്തക്കുറവുണ്ടാകുമ്പോൾ, കാരണം രക്തം കുറയുമ്പോൾ ഹൃദയത്തിൻ്റെ പണി കൂടുകയാണ്, എല്ലായിടത്തേക്കും രക്തം കൂടുതലെത്തിക്കാൻ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും. തൈറോയിഡ്, ശരീരത്തിലെ പെട്രോൾ അത് കൂടുമ്പോൾ ഹൃദയത്തിനിടിപ്പ് കൂടാനുള്ള സാധ്യത. ഇതൊക്കെ നമുക്കറിയാവുന്ന മറ്റ് കാരണങ്ങൾ കൊണ്ട് ഹൃദയമിടിപ്പ് കൂടുമ്പോൾ, നമ്മളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ സംസാരം ഞാൻ വേണ്ടത് ഹൃദയത്തിൻ്റെ രോഗം കൊണ്ടും ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്ന അവസ്ഥയാണ്. അതിൽ ഏറ്റവും സാധാരണമായി നമ്മൾ കാണുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ, അതായത് ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയുടെ വിറയലാണ്. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ബക്കറ്റ് സോപ്പ് വെള്ളത്തിൽ കൈയിട്ട് വിറപ്പിക്കുകയാണെങ്കിൽ പത വരും. ഈ പത തെറിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം പോലെ ഹൃദയം വിറയ്ക്കുമ്പോൾ ഹൃദയത്തിനകത്തുള്ള രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത, അത് ഒരു ഭാഗം അനങ്ങാതിരിക്കുന്ന ഭാഗത്ത് രക്തം കട്ട പിടിക്കുകയും ചെയ്യും. ഈ കട്ട പിടിക്കുന്ന താളപ്പിഴ വരുന്ന സമയത്ത് തെറിച്ച് പോയി തലച്ചോറിലേക്ക് പോയി സ്ട്രോക്കുകൾ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നതുകൊണ്ടാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന ഹൃദയത്തിൻ്റെ വിറയലിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചികിത്സ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അടുത്തത് കൂടുതലായിട്ടുണ്ടാകുന്നത് സുപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ചില ആൾക്കാർ പറയും, ഡോക്ടർ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് കിടക്കിട കുതിര ഓടുന്ന പോലെ ഓടുന്ന കണ്ടു, എനിക്ക് വിറയൽ പോലെയും കണ്ണിരുട്ട് കയറുന്ന തോന്നി, എന്നെ പിടിച്ച് അവിടെ ഇരുത്തി പെട്ടെന്ന് മാറുകയും ചെയ്തു. ഇത് കഴിഞ്ഞ വർഷം ഞാനിതുപോലെ ഒരു യാത്ര പോയപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പാരോക്സിസ്മൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന ടാക്കിക്കാർഡിയ, ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്ന അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ECG എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഹൃദയത്തിൻ്റെ ഇടിപ്പ് വളരെയധികം സ്പീഡിലായിരിക്കും, 140, 160, 180 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ BP കൺട്രോൾ ആയിരിക്കും, വേറെ ബുദ്ധിമുട്ടുകൾ കാണുകയില്ല. അങ്ങനെ വരുന്ന സുപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അതിനെ നമ്മൾ ഒന്നുകിൽ ഒരു മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കഴുത്തിൽ മസാജ് ചെയ്തിട്ടോ ആ ഇടിപ്പിനെ നോർമലാക്കി എടുക്കാൻ സാധിക്കും. മൂന്നാമത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു അവസ്ഥയുണ്ട്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. സിനിമകളിലൊക്കെ കാണാം, പെട്ടെന്ന് അയാൾ മയങ്ങി വീണു, എളുപ്പം ഷോക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ ഹൃദയത്തിന് ഇടിപ്പിക്കൂ എന്ന് പറയുന്ന കണ്ടീഷനിലും പെട്ടെന്നൊരു മെഷീൻ കൊണ്ടുവന്ന് ഷോക്ക് കൊടുക്കുന്നത് കാണാം. ഇതാണ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട പമ്പ് തന്നെ ക്രമാതീതമായി വിറയ്ക്കുന്നൊരവസ്ഥയാണ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. അത് പലപ്പോഴും ജീവൻ അപകടമുണ്ടാക്കുന്നൊരു കണ്ടീഷനാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രോക്ക് വരാനുള്ള ഏട്രിയൽ ഫിബ്രിലേഷനോ ഹൃദയത്തിന് ഇടിപ്പ് കൂടിയിട്ടുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടാകുന്ന സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ പോലെ അല്ല വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഇത് രണ്ടും ജീവൻ അപകടമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഈ 3 അവസ്ഥകളാണ് നമുക്ക് ഇടിപ്പ് കൂടുതലുണ്ടാകുന്നതെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അത് ഏത് തരമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇതാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ സംബന്ധിച്ചുള്ള 2 തരം രോഗങ്ങൾ, മിടിപ്പ് കൂടുന്നതും മിടിപ്പ് കുറയുന്നതും. താങ്ക് യു.